ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചിക്കൻ, എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. എല്ലുള്ള ചിക്കനാകുമ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമ്മുടെ ചിക്കനിനകത്തോട്ട് തട്ടി ചിക്കൻ നല്ല അസലായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ചിക്കനിൽ തന്നെയുള്ള വെള്ളമാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാല ഉണ്ടാക്കാനായിട്ടൊരു 4 മീഡിയം സൈസ് സവാള നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കുക. കുറച്ച് തക്കാളിയില്ല, ഒരു തക്കാളി, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ്. നമ്മളൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ച സവാളയും കൊണ്ടാണ് നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിക്കൻ റോസ്റ്റ് നല്ല കയ്പ്പായിരിക്കും. ഈ ഒരു കളറിൽ നമുക്കിതൊന്ന് കോരിയെടുക്കും. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് കേട്ടോ നമ്മുടെ സവാള വേണ്ടത്. ശ്രദ്ധിക്കണം, കരിഞ്ഞു പോയാൽ ചിക്കൻ റോസ്റ്റ് നല്ല കയ്പ്പായിരിക്കും. കണ്ടില്ലേ, ഈ ഒരു കളറിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിൽ തന്നെയാണ് ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊരിക്കാതെയും ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി താല്പര്യം പൊരിച്ച ചിക്കൻ കൊണ്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈയും അല്ല, എന്നാൽ ശാലോ ഫ്രൈയും അല്ല, അങ്ങനെയുള്ളൊരു രീതിയിൽ വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ബാച്ച് കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് മുരിഞ്ഞു പോയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ശ്രദ്ധിക്കണേ ചിക്കൻ പൊരിക്കുമ്പോൾ എപ്പോഴും. ഇനി ഈ സെയിം മസാലയിലോട്ട് തന്നെ, സെയിം വെളിച്ചെണ്ണയിലോട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ടിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയുടെ വെള്ളമൊക്കെ പോയി നല്ലൊരു കുഴമ്പ് പരിവാവുന്ന വരെ വഴറ്റിയെടുക്കുക. ശേഷം നമ്മുടെ പൊരിച്ച് വെച്ച സവാളയും കൂടെ എല്ലാത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കനൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനും മസാലയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ നമുക്കിതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റ് കിട്ടും. കണ്ടില്ലേ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിങ്ങനെ വരുന്ന നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുറച്ച് പശു നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പശു നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അതൊന്നും തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല അടിപൊളി നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്